ഹലോ, ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ മാമാടെ വീട്ടിലോട്ടാണ് പോണത്. അപ്പം നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ പിള്ളേരെ കൊണ്ടായതുകൊണ്ട് ഓട്ടോ വിളിക്കേണ്ടി വരും. പിള്ളേർ റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടെയാണ്. ഹൈസിനാണെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈസിനെ പിന്നെ നമ്മൾ എടുക്കണം. ഇതുപോലുള്ള ചെറിയ ഇടവഴിയിലൊക്കെ ആൾ നടന്നോളും. എന്നാലും നമുക്ക് പേടിയാണ് പിള്ളേരെ കൊണ്ട് റോട്ടിൽ. ഇത്താതെ മോനാണെങ്കിൽ റോട്ടിൽ കിടന്നിട്ട് നല്ല ഓട്ടമാണ്, വണ്ടികളൊന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് പോണതാണ് സേഫ്. ഞങ്ങൾക്ക് ഇഷ്ടം നടന്ന് പോണതാണ്. പക്ഷെ എന്നാലും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. പിന്നെ മഴ പെയ്തിട്ട് അവിടെയൊക്കെ ചെളിയാണ്. അപ്പോൾ ചെളിയായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തെന്നി വീണാലും നമുക്ക് പണിയാവൂല. പിന്നെ ഉമ്മാക്കാണെങ്കിൽ ഹയസിനെ എടുത്തുകൊണ്ട് നടക്കാനും പറ്റൂല. അങ്ങനെ ഞങ്ങൾ മാമാടെ വീട്ടിലെത്തി. അപ്പോൾ ഉമ്മാനെയും പിള്ളേരെയൊക്കെ അവിടെ ആക്കി. ഓട്ടോയ്ക്ക് വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും ഇത്താത്തയും കൂടെയും കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാടത്ത് പോകണം, മാമാടെ വീടിൻ്റെ അടുത്തുള്ള പാടത്ത് പോകണമെന്ന്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു വീടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീടും പരിസരമൊക്കെ. പിന്നെ അങ്ങോട്ടൊന്നും കയറി ചെല്ലാനൊന്നും പറ്റുന്നില്ല. ആൾ താമസമില്ലാത്ത വീടാണെങ്കിലും വേറൊന്നുമല്ല, പാമ്പും പട്ടിയൊക്കെ ഉണ്ടാവും. പിന്നെ വെല്ലോൻ്റെ പറമ്പല്ലേ, നമുക്ക് അങ്ങനെ കയറി കാണേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഈ ഒരു സ്ഥലവും വഴിയൊക്കെ കാണുമ്പോൾ എനിക്ക് പഴയ കാലമൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഇത്താത്താനോട് ഞാൻ എഴുക്കരയിലേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മാമാടെ വീട്ടിൽ പോകുമ്പോൾ ഈ ഒരു പാടത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. പിന്നെ പട്ടിയും പാമ്പൊക്കെ ഉണ്ടോയെന്നൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ പോവാണ്. പിന്നെ ഇവിടെ കക്ക വരാനൊക്കെ പറ്റൂട്ട്, നിറച്ച് കക്കയാണ്. പക്ഷേ ഏഴിക്കരയിലെ കക്കക്ക് നമ്മൾ എവിടെ പോയിട്ട് എത്ര നല്ല കക്ക റോസ്റ്റ് കഴിച്ചാലും ഏഴിക്കരയിലെ കക്കക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് നമ്മൾ എവിടെ പോയി കക്ക കഴിച്ചാലും കിട്ടൂല. പക്ഷെ മുൻപായിരുന്നെങ്കിൽ ഞാൻ കക്ക വരാനൊക്കെ ഇറങ്ങിയാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു മൂഡില്ല, പിന്നെ പിള്ളേരും ഉണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ നനയൂലേ. പോണ വഴിക്ക് കണ്ടൊരു വീടാണ് കേട്ടോ. ഈ വീടും പണ്ട് മുതലുള്ളതാണ്. ഇവിടെയും ആൾക്കാരൊക്കെ താമസിക്കണൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും അത്യാവശ്യം വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പിന്നെ ഒരു തോടും പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ അണലിപ്പാമ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം. വല്ലതൊക്കെ വളഞ്ഞൂടി കിടക്കുകയാണെങ്കിൽ നമ്മൾ പിടിച്ച് കടിച്ചാൽ പോലും അറിയൂല. അങ്ങനത്തെ പാടമൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിലാണെങ്കിൽ ഒരു പട്ടി ഞങ്ങളെ കണ്ടിട്ട് അകലേനെ മുതൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ കൂട് പൊളിച്ച് വന്നിട്ട് വേണമെങ്കിൽ ഞങ്ങളെ കടിച്ച് കയറാനുള്ള ദേഷ്യം ആ പട്ടിക്കുണ്ട്. അതാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അത് എത്തിയിട്ടുണ്ട്, സ്ഥലം എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പേടിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പട്ടിയൊക്കെ വല്ലയിടത്തും കിടന്നുറങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ ശബ്ദം കിട്ടി എങ്ങനെ കടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. ഇത് തന്നെയായിരുന്നു ഞങ്ങൾ ഫുൾ ടൈം പറഞ്ഞിരുന്നത് തന്നെ, പട്ടി വരുമോ എന്നൊക്കെ. അപ്പോൾ ഉമ്മയും പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടീനെ സൂക്ഷിക്കണമെന്ന്. അങ്ങനത്തെ സ്ഥലം എത്തി. ഭയങ്കര ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ തോന്നൂല, അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമുണ്ടായി ഈ ഒരു പാടത്ത് വരുന്നത്. പക്ഷേ അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ എങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പണിയാവും. അങ്ങനെ മഴ പൊടിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നിട്ടാ. അങ്ങനത്തെ മാമാടെ വീട്ടിലെത്തി. മഴവെള്ള സംഭരണി നമ്മൾ മിക്ക വീടുകളിലും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അതായത് 100% വീട്ടിൽ ഉണ്ടായി മഴവെള്ള സംഭരണി. മിക്കതും സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും മഴവെള്ള സംഭരണി നമ്മൾ കണ്ടേക്കണത്. അങ്ങനത്തെ മാമാടെ വീടെത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ തൊട്ടടുത്തും ഒരു പാടുണ്ട് കേട്ടോ, അത് ഞങ്ങൾ കാണിച്ചുതരാം. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ ചെമ്പരത്തിയും കൊണ്ട് വെയിലേക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ഉമ്മതേ ഹൈസിനെയും കൊണ്ട് പാടമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഹൈസിനെ ഇറക്കാത്തത് വേറൊന്നുമല്ല, വല്ല പട്ടിയോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാമാടെ വീടും പരിസരവും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയുമാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ വേലിയാണ് കെട്ടിയേക്കണത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇനി കാണിച്ചു തരാൻ പോണത് മാമ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിലായിട്ട് അവരൊരു പണ്ടത്തെ വീടാണ്. ഇവിടെ ആരും താമസിക്കണമെന്നില്ല, എന്നാലും അവരുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ട്. ആ ഒരു വീട്ടിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല ഞാൻ, കാലുമ്പള്ളി. അങ്ങനെ ഞാൻ പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ചെരുപ്പിടാൻ വേണ്ടി പോയപ്പോൾ ചെടികളൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടപ്പോഴും അതൊക്കെ ഞാൻ വീഡിയോയിലൊന്ന് പകർത്തിയെന്നുള്ളൂ. അപ്പോൾ ചെരുപ്പിട്ടിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. മുറ്റമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ നമുക്ക് ചെരുപ്പിടാണ്ടൊക്കെ നടക്കാം, അത്രയും വൃത്തിയാണ്. പക്ഷെ പാടത്തേക്ക് പോകുമ്പോഴും ചെരുപ്പിടണമല്ല. അങ്ങനത്തെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇനി പാടത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്താതൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കണമുണ്ട്. ഒരുപാട് ക്ലിപ്പുകളൊന്നും എനിക്കിങ്ങനെ പകർത്താൻ പറ്റിയില്ല. 6 മിനിറ്റുള്ള വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനത്തെ ഞങ്ങൾ പാടത്തേക്ക് പോയിട്ടാണ്. ഈ ഒരു പാടത്ത് കക്കിയൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്, പയ്യെ നടക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ സ്ലോ ആയി പോണത്, വേഗം പറയാൻ പറ്റാത്തത്. കാരണം ഞാൻ ഭയങ്കര സ്പീഡിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുന്ന ആളാണല്ലോ. അങ്ങനത്തെ പാടത്ത് എത്തനേക്കാളും മുന്നേ തന്നെ ഒരു പറമ്പാണ്. പിന്നെ ഇവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒരുപാട് വീണൊക്കെ കിടക്കുന്നുണ്ട്. ഇത് വേറെ ആരുടെയോ പറമ്പാണ്, വെല്ലോൻ്റെ പറമ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ അതേ പാടത്തെത്തിയിട്ടുണ്ട്. പാടത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം എൻ്റെ ഇത്താത്തയുടെ മോൻ പറയാണ് നല്ല ഭംഗിയാണ്, എനിക്കിവിടെ നിൽക്കണം, ഞാനിവിടുന്ന് മഞ്ഞില്ലാന്നൊക്കെ ഇത്താത്തയുടെ മോനും പറയുന്നുണ്ട്. അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്രയും ഭംഗി തോന്നണില്ല എന്ന് തോന്നുന്നു. പാടവും വെള്ളവും പിന്നെ നല്ല മഴക്കാറുണ്ട്. മഴക്കാറുണ്ടെങ്കിൽ പറയണ്ടല്ല, അത്രയും ഭംഗിയായിരിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മഴക്കാറ് വരുമ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വീടിൻ്റെ ആ ഒരു പരിസരത്തേക്ക് എത്തി. അങ്ങനത്തെ ഹൈസിനെ ഞങ്ങളത് ഇറക്കി വിട്ടിട്ടുണ്ട്. ഹൈസിൻ്റെ ഓടി നടക്കുകയാണ്. ഹൈസിന് അങ്ങനെ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഓടി നടക്കാനാണ്. ഹൈസിനും അതേ ഇത്താത്താടെ മോനും അതേ. വെറുതെ ഒരു ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ പെരക്ക് ചുറ്റും കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഒരു ആവശ്യമില്ലാണ്ട്. അപ്പം ഇത് മാമാടെ വീടും പരിസരവും ഉണ്ടായത്. അപ്പം ചെടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം നേരത്തെ ഒരു സൈഡിലെ ചെടികൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
ഇപ്പൊ ദേ ഹൈസിനും ഉണ്ട് ഇട്ട ചെടികൾ കാണുകൊടുത്ത. അപ്പൊ വീടിന്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീടിന്റെ സൈഡിലുള്ള ഒരു തോടാണ് ഈ കാണുന്നത്. തോടിനകത്ത് അധികം വൃത്തിയൊന്നുമില്ല, കാരണം ചെളി പിടിച്ച് കിടക്കുന്ന തോട്. എന്നാലും കാണാനൊരു ഭംഗിയാണ്. ഞങ്ങൾ പണ്ട് മുതലേ തന്നെ ഇവിടുത്തെ ഓരോരോ കാഴ്ചകളൊക്കെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ പഴയ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ തോടിൻ്റെ ചുറ്റിൻ്റെ ഇതേപോലത്തെ ഒരു ചെടിയാണോ കാടാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ ഞാൻ ആദ്യം കാണിച്ചിരുന്ന വീടാണ് കേട്ടോ, മാമാടെ പഴയ വീടുന്നതോടെ വിറകും കാര്യങ്ങളൊക്കെ അടക്കി വെച്ചേക്കാണ്. ഈ ഒരു ഓല അതിൻ്റെ തലയിൽ വീണ്ടതാണ്. പക്ഷെ എന്തോ ഒരു ഭാഗത്ത് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഈ ഒരു ഓല തലയിൽ വീണിരുന്നുണ്ടെങ്കിൽ മരിക്കൊന്നുമില്ല. അങ്ങനത്തെ ഉച്ചയായി. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് ഞാൻ ഇവിടെ നിന്നാണെന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ ചിക്കൻ ബിരിയാണിയാണ്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനത്തെ ബിരിയാണി കഴിച്ചപ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ പോരുന്നായിരുന്നു. വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് മാമാടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തറവാട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് ഒരുങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് നടന്നാണ് ഇറങ്ങിയത്. അങ്ങനത്തെ എഴുക്കരും ഞങ്ങളതേ ബസ്സിലൊക്കെ കയറിയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോരുകയാണ്. അങ്ങനെ തറവാട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ ഓക്കെ.